ഹേ ഗൈസ്, അങ്ങനെ കുറേ നാൾക്ക് ശേഷം, ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും വീഡിയോ ആയിട്ട്. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് റിയൽ ടോക്സ് ആണ് അബൌട്ട് ഞാൻ ഇത്രയും നാളും ഡിലേ ആയത് എന്തായിരുന്നു പ്രശ്നം, പിന്നെ വ്ളോഗ് എന്താ ഡിലേ ആയത്, ആ ഒരു POP വ്ളോഗ് പോലീസ് പാസിംഗ് ഔട്ട് ബ്രദറിൻ്റെ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം പിന്നെ ഇത്രയും നാളും വീഡിയോ ഒന്നും എടുക്കാണ്ട് ഞാൻ കുറച്ച് സ്റ്റക്കായിപ്പോയി, ഇൻക്ലൂഡിങ് കുറച്ച് ഫാമിലി ഇഷ്യൂസ്, ഹോസ്പിറ്റൽ കേസസ്, പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. അപ്പോൾ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര സ്റ്റക്കായി. പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് ഡൗൺ ആയി. അപ്പോൾ അങ്ങനെ ഡൗൺ ആയി, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഡൗൺ ആയിപ്പോയി. ഞാൻ ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യുക, ഒരു കൺസിസ്റ്റൻസി അങ്ങ് പോയി. അപ്പോൾ ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടായിരുന്നു. സോ ഫൈനലി എല്ലാ കാര്യങ്ങളും, ആ ഒരു ഹോസ്പിറ്റൽ കേസസ് ആണെങ്കിലും, എനിക്കുണ്ടായിരുന്ന ഡിപ്രഷൻ ആണെങ്കിലും, പിന്നെ അതുപോലെ എന്താ പറയുക, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, വർക്കിലൊക്കെ എനിക്ക് വർക്ക് ടൈം കിട്ടിയില്ല. ലീവൊക്കെ എടുത്ത് നല്ല ഓട്ടമായിരുന്നു, ഓടി ടാൻ വരെ അടിച്ച്. അപ്പോൾ അതൊക്കെയായിരുന്നു കാര്യം. അതൊക്കെ കൊണ്ടാണ് സത്യം പറഞ്ഞ ഡിലേ ആയത്, നല്ല ഡിലേ ആയി. പിന്നെ എന്താ പറയുക, എനിക്ക് വീഡിയോ എടുക്കാനായിട്ടും ഭയങ്കര ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഷൈ എന്നൊക്കെ പറയില്ലേ, ആ ഷൈ വീണ്ടും എനിക്ക് തിരിച്ചു വന്നു. ആ കൺസിസ്റ്റൻസി പോയപ്പോൾ വീണ്ടും ആ ഒരു വീഡിയോ ഇനി എടുക്കണമല്ലോ, ഒന്നും എടുത്തില്ലല്ലോ, ഒരു ഐഡിയ ഇല്ലല്ലോ, കണ്ടന്റ് ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ നോർമൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരുടെ ലൈഫിൽ പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സത്യം, നമുക്ക് പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പബ്ലിക്കലി നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു പേഴ്സൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരാളുടെ അടുത്ത് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. അതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര ഓക്കെയാണ്. സോ എന്താ പറയുക, നമുക്ക് കൂടുതലും എസ്പെഷ്യലി ഫ്രണ്ട്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഞാൻ എന്താ പറയുക, ഫ്രണ്ട്സിന് എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടും. സോ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും എന്താ പറയുക ഒന്ന് ഓക്കെ ആയി വന്നത്. പിന്നെ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഇത് മേബി ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു വ്ളോഗ് പ്ലാൻ ചെയ്തു. അതായത് ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, നാട്ടിൽ നിന്ന് വന്നു, ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ വണ്ടി കയറി കൊച്ചിയിലെത്തി. ഈ ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ ഒരു 1 വീക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ കൊച്ചിയിലോട്ട് വന്നു. കൊച്ചിയിൽ വന്നിട്ട് ഇനി പ്ലാനൊന്നുമില്ല, അതായത് ഫുള്ള് ഡൗൺ സ്റ്റേജിൽ നിന്നിട്ട് എങ്ങനെയെങ്കിലും പുറത്തൊന്ന് വരണം, വീണ്ടും ബാക്ക് ടു വ്ളോഗ് എന്നുള്ളൊരു പ്ലാനാണ്. എനിക്കറിയത്തില്ല എന്താണ് ഡൗൺ സ്റ്റേജ് എന്ന്, പക്ഷേ നോക്കാം. മാക്സിമം നമുക്ക് വീണ്ടും പഴയ ആ ഒരു എനർജിയിലോട്ട് തിരിച്ചു വരാം. അടുത്തത് പറയാം ഇത്. എന്നിട്ട് സോ അതായിരുന്നു അപ്പോൾ കാര്യം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രശ്നം വരും, എവരി ക്രിയേറ്റേഴ്സിന് വരുന്ന പേഴ്സണൽ ഇഷ്യൂസ് തന്നെയാണ് എനിക്കും വന്നത്, അതെനിക്കറിയാം. പക്ഷേ ഭയങ്കര ഡൗൺ ആയിപ്പോയി. ആ ഡൗൺ സ്റ്റേജിൽ നിന്ന് നമുക്ക് വീണ്ടും പുറത്ത് വരണം. ഓക്കെ, ബാക്ക് ടു ബ്ലോഗ്. സോ നേരെ വണ്ടി കയറി കൊച്ചിയിലെത്തി. കൊച്ചിയിൽ അബിയുടെ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്, പഴയ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലുണ്ട്. അപ്പോൾ നേരെ ഇങ്ങ് വന്നു, ഞാൻ മാത്രമല്ല ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ അവരും ഉണ്ടാവും. ആൻഡ് യു ഹാവ് എ സർപ്രൈസ് ഗൈസ്, നമ്മുടെ ഫാമിലിയിലോട്ടൊരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു മെമ്പറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. സോ അപ്പോൾ അത്രേ ഉള്ളൂ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.